ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് CRT അഥവാ ക്യാൻഡിൽ റേഞ്ച് തിയറിയാണ്. അതായത് ക്യാൻഡിൽ റേഞ്ച് തിയറി എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി ഫോറക്സ് മാർക്കറ്റിൽ വളരെയധികം വിൻ റേറ്റ് കൂടിയ ഒരു എൻട്രി മെത്തേഡാണ്. അങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ഒരു എൻട്രി മെത്തേഡ് കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് പവർ ഓഫ് 3 അല്ലെങ്കിൽ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഒരു ലിക്വിഡിറ്റിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു എൻട്രി മെത്തേഡ് വളരെയധികം വിൻ റേറ്റ് കൂടിയ ഒരു എൻട്രി മെത്തേഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഓരോ ടോപ്പിക്കുകളാണെങ്കിലും, അതായത് വെയിൽസ്കോപ്പ് എൻട്രി മോഡലാണെങ്കിലും, ലിക്വിഡിറ്റി എൻട്രി സ്ട്രാറ്റജീസ് ആണെങ്കിലും, അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള എൻട്രി മെത്തേഡ്സ് ആണെങ്കിലും വളരെയധികം വിൻ റേറ്റ് കൂടിയ എൻട്രി മെത്തേഡ്സ് ആണ്. കാര്യം നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഒന്നിലധികം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ മൂവ് ചെയ്തൊരു എൻട്രി പുഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുപോലത്തുള്ളൊരു എൻട്രി മെത്തേഡാണ് ക്യാൻഡിൽ റേഞ്ച് തിയറി അഥവാ CRT എൻട്രി മെത്തേഡ്. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദ സൈക്കോളജി ബിഹൈൻഡ് ക്യാൻഡിൽ റേഞ്ച് തിയറി, അതുപോലെ തന്നെ വാട്ട് എക്സാക്ട്ലി ഈസ് ക്യാൻഡിൽ റേഞ്ച് തിയറി, ക്യാൻഡിൽ സ്റ്റിക്ക് CRT ടൈപ്സ്, AMT അഥവാ പവർ ഓഫ് 3, പിന്നെ ക്രൈറ്റീരിയ ആൻഡ് റൂൾസ് ടു ഐഡൻറ്റിഫൈ ഹൈ പ്രോബിലിറ്റി CRTs, അതുപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി CRTs, കീ ടൈംസ്, അതുപോലെ തന്നെ ലൈവ് ട്രേഡ് എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു CRT എൻട്രി നമ്മൾ എടുക്കുമ്പോൾ അവിടെ എന്തൊക്കെ റൂൾസ് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുപോയാൽ, അതായത് ക്ലാസ്സുകൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക, അതായത് ഓരോ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയാൽ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. ഫസ്റ്റ് കാര്യം ക്യാൻഡിൽ റേഞ്ച് തിയറി. എന്താണ് ഈ ക്യാൻഡിൽ റേഞ്ച് തിയറി? ഫസ്റ്റ് വൺ, ദ ക്യാൻഡിൽ റേഞ്ച് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ക്യാൻഡിൽ യു സീ ഓൺ ദ ചാർട്ട് റെപ്രസെൻ്റ് എ റേഞ്ച്. അതുപോലെ തന്നെ ക്യാൻഡിൽ ഇൻ എ ഹയർ ടൈം ഫ്രെയിം, എ റേഞ്ച് ഇൻ എ ലോവർ ടൈം ഫ്രെയിം. അതുപോലെ തന്നെ റേഞ്ചസ് ക്യാൻ ബി സ്വെറ്റ്, ബ്രോക്കൺ ഔട്ട് ഓർ റീടെസ്റ്റഡ് ഇൻ ദ മാർക്കറ്റ്. ഓൾ ഓഫ് ദീസ് ആക്ഷൻ ക്യാൻ ഓൾസോ ഷോ അപ്പ് ഇൻ എ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്. അതായത് നിങ്ങളിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പം ഇതുപോലൊരു ക്യാൻഡിൽ നിങ്ങൾ കണ്ടാൽ, ഇതുപോലത്തെ ഒരു ക്യാൻഡിൽസ് നിങ്ങൾ കാണുവാണെങ്കിൽ, അപ്പം നമ്മളതൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പല രീതിയിലുള്ള ആക്ഷൻസ് കാണാൻ പറ്റും. മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ചിലപ്പോൾ അതൊരു ഹെവി ആയിട്ടുള്ളൊരു മൊമെൻറ്റോ ആയിരിക്കാം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ എക്സാമ്പിൾ മാത്രം നമ്മൾ എടുക്കണമെന്നില്ല, ഇപ്പോൾ വേറെ രീതിയിലുള്ള ക്യാൻഡിൽസ് ആണെങ്കിലും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ അതൊരു മൊമെൻറ്റോ ആയിരിക്കാം, ഹെവി മൊമെൻറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ആയിരിക്കാം, ബ്രേക്ക് ഔട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് ആയിരിക്കാം. അങ്ങനെ പല ആക്ഷൻസ് നമ്മളൊരു 2 or 3 ക്യാൻഡിൽസ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ എടുത്ത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു AMT കിട്ടണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ ഹയർ ടൈം ഫ്രെയിം, എ റേഞ്ചിൻ്റെ ലോവർ ടൈം ഫ്രെയിം. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അത് തന്നെയാണ് നമ്മൾ ഈ ക്യാൻഡിൽ റേഞ്ച് തിയറി അഥവാ CRTയിൽ യൂസ് ചെയ്യുന്ന മെയിൻ ഘടകം എന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ഒരു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, നല്ല സ്ട്രോങ് ബോഡിയുള്ള, അതുപോലെ തന്നെ ചെറിയ വിക്കുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റെഡ് ക്യാൻഡിൽ നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ നമ്മളിവിടെ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ക്യാൻഡിലിൻ്റെ ലോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാൻഡിൽ റേഞ്ച് ഹൈയും അതുപോലെ തന്നെ ക്യാൻഡിൽ റേഞ്ച് ലോയും. അപ്പം ആ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയിരിക്കുന്ന പ്ലേസ് നമുക്കറിയാം, അതുപോലെ തന്നെ താഴെയാണ് ക്ലോസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓപ്പൺ ആയ പ്ലേസിൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് റേഞ്ചിങ് ആയതിനു ശേഷം മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്തു. അപ്സൈഡിലോട്ട് മൂവ് ചെയ്തിട്ട് മാർക്കറ്റിന് അതിന് മുകളിലോട്ട് മാർക്കറ്റിന് പോകാൻ കഴിയുന്നില്ല. ദെൻ മാർക്കറ്റ് താഴോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. എന്നാൽ മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ആ ഒരു ലോയിൽ മാർക്കറ്റ് നിൽക്കാണ്ട് കുറച്ചുകൂടെ മുകളിലായിട്ട് ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വായിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് അക്യുമുലേഷൻ ചെയ്തു, മാനിപ്പുലേഷൻ ചെയ്തു, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ അക്യുമുലേഷൻ നടന്നു.
ഓക്കെ, ദെൻ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാനിപ്പുലേഷൻ നടന്നു, ദെൻ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടന്നു. അപ്പം നമ്മളിവിടെ എടുക്കുന്നത്, നമുക്കിവിടെ വേണ്ടത് ആ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പ്രോഫിറ്റായിട്ട്. അതെങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും, അതായത് കൂടുതൽ കൺഫർമേഷൻസും കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യം എന്നുള്ളത്, ഫോറക്സ് മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഏഷ്യൻ സെഷനിൽ അക്യുമുലേഷൻ നടന്നാൽ, ലണ്ടൻ സെഷനിൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ നടന്നാൽ, ന്യൂയോർക്ക് സെക്ഷനിൽ മാർക്കറ്റ് എന്ത് തരും, ഒരു ഡിസ്ട്രിബ്യൂഷൻ തരും. ഓക്കെ, അപ്പം ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഏഷ്യൻ സെഷനിൽ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നു, അങ്ങനെയാണെങ്കിൽ ലണ്ടൻ സെഷനിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുമോ? മാർക്കറ്റ് ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യത്തില്ല, മാർക്കറ്റ് അവിടെ അക്യുമുലേഷൻ നടത്തും. ഓക്കെ, ദെൻ മാർക്കറ്റ് എന്ത് ചെയ്യും, ന്യൂയോർക്ക് സെക്ഷനിൽ മാനിപ്പുലേഷൻ നടത്തും. അപ്പം അതാണ് ആ ഒരു സൈക്ലിക് പ്രോസസ്സ്. ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞാൽ അക്യുമുലേഷൻ, അക്യുമുലേഷൻ കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ, മാനിപ്പുലേഷൻ കഴിഞ്ഞാൽ വീണ്ടും ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ദ ക്യാൻഡിൽസ്റ്റിക് ബേസ്ഡ് CRT typically refers to a 3 candle sequence on the higher time frame like 1 hour or upper. Here how it work. The first candle set up a range with it high and low. The second candle take out the liquidity of the first candle by a wick. The third candle breaks out the range. അതായത് ഈ ഒരു ക്യാൻഡിൽ റേഞ്ച് തിയറി അഥവാ CRT എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് ക്യാൻഡിൽ, ആദ്യത്തെ ഒരു ക്യാൻഡിൽ ഒരു ഹൈയും ഒരു ലോയും ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ, ഈ ഒരു എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ദ സെക്കൻഡ് ക്യാൻഡിൽ ടേക്ക് ഔട്ട് ദ ലിക്വിഡിറ്റി ഓഫ് ദ ഫസ്റ്റ് ക്യാൻഡിൽ ബൈ എ വിക്ക്. രണ്ടാമത് ഉണ്ടാവുന്ന ആ ഒരു ക്യാൻഡിൽ വിക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എടുക്കുന്നു. ഓക്കെ, അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഹൈ തരുന്നു, നല്ലൊരു ലോ തരുന്നു. നെക്സ്റ്റ് അടുത്ത സെക്കൻഡ് ക്യാൻഡിൽ വിക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എടുക്കുന്നു. ഓക്കെ, ദ തേർഡ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഓഫ് ദിസ് റേഞ്ച്. മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹൈയിൽ നിന്നും പുറത്തോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ പ്രോഫിറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ എന്താണ്, ഒരു ഹൈ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ സെക്കൻഡ് ക്യാൻഡിൽ ആ ഒരു ലിക്വിഡിറ്റി വിക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു, ദെൻ തേർഡ് ക്യാൻഡിൽ എന്താണ്, ആ ഒരു റേഞ്ചിൽ നിന്നും പുറത്തോട്ട് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് CRT പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാര്യം, ദർ ഈസ് നോ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാൻഡിൽ മോഡൽ CRT ആൻഡ് ദ CRT മോഡൽ വിത്ത് മൾട്ടിപ്പിൾ ക്യാൻഡിൽസ്. ജസ്റ്റ് 3 ക്യാൻഡിൽ സീക്വൻസ് CRT ഫോംസ് ഇൻ എ ഷോർട്ടർ പീരീഡ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു, ജസ്റ്റ് ഒരു 3 ക്യാൻഡിൽ, ഓക്കെ, ജസ്റ്റ് ഒരു 3 ക്യാൻഡിൽ കൊണ്ടാണ് ഈ ഒരു CRT ഫോം അയക്കുന്നത്. ഓക്കെ, ഈ ഒരു CRT അഥവാ ഈ ഒരു CRT എൻട്രി മെത്തേഡ് ഓക്കെ ഫോം ആയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ്, ഫസ്റ്റ് ഒരു CR ക്യാൻഡിൽ അഥവാ ഒരു മാർക്കറ്റ് ഒരു ക്യാൻഡിൽ റേഞ്ച് ഒരു ഹൈ തന്നു, ഒരു ലോ തന്നു, ദെൻ അതിനുശേഷം മറ്റൊരു ഇൻസൈഡ് പിൻ ബാർ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാൻഡിലാണ് മാർക്കറ്റിൻ്റെ ആ ഒരു ലോയുടെ ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ക്യാൻഡിൽ ഈ ഒരു റേഞ്ചിനകത്ത് ഇരിക്കുവാണ്. ദെൻ നാലാമത്തെ ക്യാൻഡിലാണ് ഒരു ഹൈയിൽ നിന്നും പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു 2 പാറ്റേൺസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ കുറച്ച് ലാഗാവും, അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ കുറച്ച് ലാഗാവും. ഇതേ ഉള്ളൂ വ്യത്യാസം, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല. ഓക്കെ, മറ്റേതൊരു ഷോർട്ട് പീരീഡ്, ഇത് ഇച്ചിരിയും കൂടി ടൈം എടുത്തു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി കുറച്ച് പാറ്റേൺസ്. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് പാറ്റേൺസ് കാണിച്ചു തരാം. ഇവിടെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ ഉണ്ടാക്കി, ദെൻ ഒരു ലോ ഉണ്ടാക്കി, ദെൻ രണ്ടാമത്തെ ക്യാൻഡിൽ തന്നെ ആ ഒരു ലിക്വിഡിറ്റി എടുത്തു, ദെൻ മൂന്നാമത്തെ ക്യാൻഡിൽ എന്താണ്, ആ ഒരു ലോയിൽ നിന്നും ഓക്കെ ഈ ഒരു ലോയിൽ നിന്നും പുറത്തോട്ട് വന്നു, ആ ഒരു ക്യാൻഡിൽ റേഞ്ചിൽ. ഓക്കെ, ആ ഒരു ക്യാൻഡിൽ റേഞ്ചിൽ നിന്നും എന്തായി, പുറത്തോട്ട് വന്നു. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ എന്താണ്, ഇവിടെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു ക്യാൻഡിൽ ഒരു ഹൈ തന്നു,
ഒരു ലോ തന്നു. ദെൻ രണ്ടാമത്തെ ക്യാൻഡിൽ ആ ഒരു വിക്ക് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ആ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി എടുത്തു. ദെൻ 1 2 3 4 നാലാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ ക്യാൻഡിലാണ് ഈ ഒരു റേഞ്ചിൽ നിന്നും പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് കുറച്ച് ലാഗായിട്ടാണ് ആ ഒരു പ്രോഫിറ്റ് വന്നിരിക്കുന്നത്, അതേ ഉള്ളൂ വ്യത്യാസം. ബട്ട് ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു പാറ്റേൺ ഇത് തന്നെയാണ് ഈ ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഇമേജ് നിങ്ങൾ നോക്കുവാണെങ്കിലോ, മാർക്കറ്റ് ഒരു ഹൈ തന്നു, മാർക്കറ്റ് ഒരു ലോ തന്നു. ദെൻ രണ്ടാമത്തെ ക്യാൻഡിൽ ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. ദെൻ മാർക്കറ്റ് വളരെ ലോ ആയിട്ടാണ് അല്ലെങ്കിൽ വളരെ പതിയെയാണ് മാർക്കറ്റ് ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു ഹൈയിൽ നിന്നും ആ ഒരു റേഞ്ചിൽ നിന്നും പുറത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെയും കാണാം. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിൽ കുറച്ച് താമസം വന്നു. അതായത് മാർക്കറ്റ് ഹൈ തന്നു, മാർക്കറ്റ് ലോ തന്നു, പിന്നെ ആ ഒരു ഹൈയുടെയും ലോയുടെയും ഇടയിൽ മാർക്കറ്റ് റേഞ്ചിങ് ആയി. ദെൻ മാർക്കറ്റ് ആ ഒരു ലോ എടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത്, മാർക്കറ്റ് ആ ഒരു ഹൈയിൽ നിന്നും പുറത്തോട്ട് വന്നു. ഇവിടെ പ്രോഫിറ്റ് വളരെ വേഗം ഹിറ്റായിട്ടുണ്ട്, എന്നാൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിൽ കുറച്ച് താമസം വന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 2 പാറ്റേൺസും വായിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, CRT is basically an objective and mechanical way to simplify your trading by suggesting simple steps, fixed objectives and rules, and also by minimizing the terms and conditions that you need to look for to execute a high probability trade. അതായത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സുകളും അതുപോലെ തന്നെ ഫിക്സഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റൂൾസ് ആൻഡ് ഓൾസോ, അതായത് കുറച്ചധികം റൂൾസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്താണ് ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചാർട്ടിൽ കാണുമ്പം ക്ലിയർ ആവും. ഓക്കെ, ആ ഒരു ട്രേഡിൻ്റെ ക്വാളിറ്റി എന്താണെന്നും ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എത്രത്തോളം ഉണ്ടെന്നും നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് കാണിക്കുമ്പം മനസ്സിലാവും. പിന്നെ ഇവിടെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കുറച്ച് കീ ടൈംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് കീ ടൈംസും അതുപോലെ തന്നെ നമ്മൾ ഒന്നിലധികം ടൈം ഫ്രെയിംസും ഇവിടെ എൻട്രി എടുക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് തിരിഞ്ഞു പോകല്ലേ. ഫസ്റ്റ് കാര്യം ഏതൊക്കെയാണ് ആ ഒരു ഫോറക്സ് കീ ടൈംസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ 1 AM, 5 AM, 9 AM, 1 PM, 3 PM, 6 and 9 PM. അപ്പം ഇത്രയും ടൈംസാണ് നമ്മൾ ഈ ഒരു കീ ടൈമായിട്ട് എടുക്കുന്നത്. അതായത് ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഈ ഒരു ടൈമിലായിരിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, ദെൻ സെക്കൻഡ് എപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എടുക്കണം, ഏത് ടൈം ഫ്രെയിമിൽ എടുക്കണം എന്നുള്ള കാര്യവും ഞാൻ ക്ലിയർ ആക്കി തരാം. അപ്പം ഈ ഒരു കീ ടൈംസ് ഇത് EST-ലാണ്, അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് EST-ലാണ്, ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിലാണ് ഈ ഒരു ടൈം നിങ്ങൾക്ക് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലോട്ട് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം ഏതൊക്കെ ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം അത് ഞാൻ ചാർട്ടിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഈ ഒരു കീ ടൈംസ് നിങ്ങൾ കറക്റ്റാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് കാര്യം CRT അതുപോലെ തന്നെ എൻട്രി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒന്നിലധികം ടൈം ഫ്രെയിംസ് നമ്മളിവിടെ യൂസ് ചെയ്യുമെന്നുള്ള കാര്യം. അതായത് CRT ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഫോം ആയേക്കുന്നത് മന്ത്ലിയിലാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുക ഡെയിലിയിലാണ്. അതുപോലെ തന്നെ ഡെയിലിയിൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുക 1 hourലാണ്. അതുപോലെ തന്നെ 4 hourൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ 50 minutesലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതുപോലെ തന്നെ 1 hourൽ ഫോം ആയിട്ടുണ്ടെങ്കിലോ 5 or 1 minute നമ്മൾ എൻട്രി പുഷ് ചെയ്യും. അതുപോലെ തന്നെ 50 minutes ഫോം ആയിട്ടുണ്ടെങ്കിൽ 1 minute നമ്മൾ എൻട്രി പുഷ് ചെയ്യും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ആ ഒരു എൻട്രി പുഷ് ചെയ്യുന്നത്. അതായത് ഫോറക്സ് കീ ടൈംസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ടൈം ഫ്രെയിംസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട്. പക്ഷെ ഞാൻ എൻട്രി എടുക്കുമ്പോൾ ഇതിനേക്കാൾ ടൈം ഫ്രെയിം യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. അപ്പം ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടും. ഓക്കെ, ആ ഒരു എൻട്രി അത്രത്തോളം ഒരു പ്രൊഫഷണലിസം ആവും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളിവിടെ ചാർട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാസ്ഡാക്കിൻ്റെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെ ഒരു ക്യാൻഡിൽ ഫോം ആയേക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ലൊരു റെഡ് ക്യാൻഡിൽ നല്ല ബോഡിയോടുകൂടി ഇവിടെ ഫോം ആയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഫോം ആയേക്കുന്നത് എത്ര ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ അതൊരു 2 PM-ലാണ്. ഓക്കെ, 2 PM ഫോം അയക്കുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനി എന്ത് വേണം, നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുക്കണം. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോഫിറ്റ് ആയിട്ട് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ 1 hourലുള്ള ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 2
PM. ഓക്കെ, 2 PM ഫോം ആയേക്കുന്ന ഒരു ക്യാൻഡിലാണ് നിങ്ങളിവിടെ കാണുന്നത്. നെക്സ്റ്റ് കാര്യം, നമ്മൾ ആ 2 PM ഫോം അയക്കുന്ന ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും, ഓക്കെ, ആ ഒരു ക്യാൻഡിൽ റേഞ്ച് ഹൈയും ക്യാൻഡിൽ റേഞ്ച് ലോയും നമ്മളിവിടെ എന്ത് ചെയ്തു, ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനാ? മാർക്കറ്റ് ആ ഒരു ലോയുടെ ലിക്വിഡിറ്റി എടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളതൊരു 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതായത് മാർക്കറ്റ് ഇങ്ങനൊരു ക്യാൻഡിൽ തന്നു. ഇങ്ങനൊരു ക്യാൻഡിൽ തന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിനെ ആ ഒരു 50 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്ത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റ് ഒരു വിക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, മാർക്കറ്റ് എന്താണ് ആ ഒരു വിക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ലിക്വിഡിറ്റി എടുത്തേക്കുന്നത് നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഈ ഒരു റേഞ്ചിലായിട്ട്. ഓക്കെ, ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് മുകളിലോട്ട് പമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻട്രി എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പം 50 മിനിറ്റ്സിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തു. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു 50 മിനിറ്റ്സിൽ ലിക്വിഡിറ്റി എടുത്ത ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നു. അതൊരു ക്യാൻഡിൽ റേഞ്ച് ഹൈ ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ക്യാൻഡിൽ റേഞ്ച് ലോയും നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ആ ഒരു 1 അവർ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഈ 50 മിനിറ്റിലെ ആ ഒരു മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്ത ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുന്നു. ഓക്കെ, അതെന്തിനാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം ഓക്കെ, നമുക്കിവിടെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടി. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ചാടിക്കരുത്, ഒരിക്കലും എൻട്രി എടുക്കരുത്, ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതെന്തിനാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു 50 മിനിറ്റ്സിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, നമ്മളിവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് ബോഡി കൊണ്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ബോഡി കൊണ്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്വിച്ച് ചെയ്തൊരു 1 അവറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിജക്ഷനും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻട്രി അത്രത്തോളം ക്വാളിറ്റി ആവും. ഓക്കെ, അപ്പം 50 മിനിറ്റ്സിൽ നമ്മൾ ആ ഒരു ലോയും ആ ഒരു ഹൈയും ആ ഒരു ലിക്വിഡിറ്റി എടുത്ത ക്യാൻഡിലിൻ്റെ ലോയും ഹൈയും നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെച്ചു. ദെൻ അതിനുശേഷം നമ്മൾ ആ ഒരു ബ്രേക്ക് ഒന്ന് നോക്കി. ഓക്കെ, ആ ഒരു ബ്രേക്ക് നോക്കിയപ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക് കിട്ടി മുകളിലോട്ട്. ഓക്കെ, ദെൻ നമ്മൾ 1 അവറിലോട്ട് സ്വിച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ്, മാർക്കറ്റ് ഒരു റിജക്ഷനും കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്, ആ ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് എൻട്രി? നമുക്ക് ഈ ഒരു കാര്യം കിട്ടിയതിന് ശേഷം, അതായത് നമ്മൾ ഇത്രയും നോക്കി, മാർക്കറ്റ് 50 മിനിറ്റ്സിൽ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു, 1 അവറിലോട്ട് സ്വിച്ച് ചെയ്തപ്പം ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. ദെൻ ഇത് നേരെ ഒരു 5 മിനിറ്റ്സിലോട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഓക്കെ, നമുക്ക് ഇതുപോലെ കിട്ടുമ്പോൾ ആ ഒരു റിജക്ഷൻ തന്ന, അതായത് മാർക്കറ്റ് ബൈ സൈഡിലോട്ട് പുഷ് ചെയ്ത ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നമുക്കൊരു ഡിമാൻഡ് ഏരിയ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, എന്താണ് ആ ഒരു 5 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കറ്റ് ആ മുകളിലോട്ട് പമ്പിങ് നടത്തിയ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ആ ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാണെങ്കിൽ നിങ്ങൾ എൻട്രി എടുക്കുമ്പോൾ പാളിപ്പോവും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്ത കാര്യം 1 അവറിൽ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ എടുത്തു. ദെൻ 50 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്ത് നമ്മൾ വാച്ച് ചെയ്തപ്പോൾ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തു. ആ ഒരു ലിക്വിഡിറ്റി എടുത്ത ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ്, മാർക്കറ്റ് ആ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ മാർക്കറ്റ് ഹൈയെ ബ്രേക്ക് ചെയ്തു. ഹൈയെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു 1 അവറിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു റിജക്ഷൻ കിട്ടി. ഓക്കെ, 1 അവറിലോട്ട് സ്വിച്ച് ചെയ്തപ്പോൾ കറക്റ്റ് നമുക്കൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി. അതിനുശേഷം നമ്മൾ അതൊരു 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരു 5 മിനിറ്റ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ ഓക്കെ 2 PM ഫോം ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഓക്കെ, ഏകദേശം 3 PM ആയപ്പോഴത്തേക്കും മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്തു, മുകളിലോട്ട് പമ്പ് ചെയ്തു. അങ്ങനെ പമ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു റിജക്ഷൻ കിട്ടിയ ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. പിന്നെ അതിനപ്പുറം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിവിടെ ഫിബ് ടൂൾ യൂസ് ചെയ്യാം. ഫിബ് ടൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു 0.5 ഇക്വിലിബ്രിയം ലെവലായിട്ട് വെക്കാം. ഓക്കെ, ഈ ഒരു 0.5 നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാം. ദെൻ സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവലും വെക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു.
മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫസ്റ്റ് ടാർഗറ്റ് എടുത്തിട്ടുണ്ട്, സെക്കൻഡ് ടാർഗറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു എൻട്രിയുടെ ക്വാളിറ്റി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ കുറച്ചേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം സ്റ്റെപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എൻട്രിയിലോട്ട് നമ്മൾ എത്തിയത്. ആ ഒരു എൻട്രി നമ്മൾ പുഷ് ചെയ്തത്. അപ്പോൾ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, മാർക്കറ്റ് അത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഹെവിയാണ്. ഓക്കെ, ഏകദേശം ഒരു 1:5 മുകളിലായിട്ട് നമുക്ക് ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടുന്ന ഒരു എൻട്രി മെത്തേഡാണിത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഇതും ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇത് EUR/USDയുടെ 1 hour ചാർട്ട്. ഇവിടെ എൻട്രി സഹിതം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊരു 8 AM ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഒരു 8 AM ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. മാർക്കറ്റ് എന്താണ് ഒരു ഹൈ തന്നിട്ടുണ്ട്, ഈ ക്യാൻഡിൽ മാർക്കറ്റ് ഇവിടെ ഒരു ലോ തന്നിട്ടുണ്ട്. ശേഷം മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് 9 AM ക്യാൻഡിൽ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അത് ജസ്റ്റ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം 8 AM ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തു, അല്ലെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു, ദെൻ ഡിസ്ട്രിബ്യൂഷൻ തന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളൊരു 50 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 9 AM ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹൈയും ലോയും നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. കാര്യം ബ്രേക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം താഴോട്ട് ബ്രേക്കായി പോയി കഴിഞ്ഞാൽ ആ ഒരു എൻട്രിക്ക് അത്രത്തോളം ക്വാളിറ്റി കുറയും, വിൻ റേറ്റ് കുറയും, ലോസിലോട്ട് പോകും. അപ്പോൾ മാർക്കറ്റ് ഇവിടെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം 5 മിനിറ്റ്സിലോട്ട് സ്വിച്ച് ചെയ്യുമ്പം നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് റിജക്ഷൻ തന്നതിന് ശേഷം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 50 ടൂൾ ഉപയോഗിച്ച് ആ ഒരു മിഡ് പോയിന്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യാം. ദെൻ സെക്കൻഡ് ടാർഗറ്റ് ആ ഒരു 1 ആ ഒരു ലെവലിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഈ 2 എക്സാമ്പിളും അത്രത്തോളം ക്വാളിറ്റി കൂടിയ ഒരു എൻട്രി മെത്തേഡാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റിൽ എത്താൻ കഴിയും. അത് 100% ഉറപ്പാണ്. ഓക്കെ, കാര്യം അത്രയും സ്റ്റെപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് CRT എന്ന് പറയുന്നത്. ഫസ്റ്റ് ആണ് ആ ഒരു കീ ടൈം ഓർത്ത് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ESTയിലാണ് ആ ഒരു ടൈം അവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാര്യം ഈ ഒരു ടൈം ഫ്രെയിംസ് നമ്മളിപ്പോൾ 1 hour എടുത്താൽ 1 hour എടുത്തു, 50 മിനിറ്റ്സ് എടുത്തു, 5 മിനിറ്റ്സ് എടുത്തു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ഫ്രെയിംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾ എൻട്രി എടുക്കുക. അപ്പം CRT എന്താണ്, CRTയുടെ പവർ എന്താണ്, എന്തുകൊണ്ട് CRTക്ക് ഇത്രയും പവർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം.